ക്രൈസ്തലോ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപ നമുക്കൊരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു. നമുക്ക് എന്നും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാനും സ്വർഗ്ഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനുമുള്ള അത് അഭ്യസിക്കുവാനുമുള്ള അവസരം കർത്താവ് തന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 5 സിംഹാസനങ്ങൾ എന്ന് പറയും, അതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ആദ്യമായി കണ്ടത് കൃപയുടെ സിംഹാസനത്തെക്കുറിച്ചാണ്. 2 കർത്താവിൻ്റെ ന്യായാസനം, അത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. 3 കർത്താവിൻ്റെ മഹിമാസനം, ഇത് മഹോദരവകാലത്തിന് ശേഷം കർത്താവ് വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അന്നുള്ള ജാതികളെ ന്യായം വിധിക്കുന്ന സിംഹാസനമാണ്. യഹൂദനെ മഹോദരവത്തിൽ സഹായിച്ചവരെയും സഹായിക്കാത്തവരെയും തമ്മിലുള്ള വേർപെടുത്തലാണ്. സഹായിക്കാത്തവരെ അന്ന് തന്നെ നിത്യാഗ്നിയിലേക്ക് പറഞ്ഞയക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം നമ്മൾ കണ്ടത് രാജാസനമാണ്. കർത്താവ് ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് 1000 വർഷം ഈ ലോകത്തെ ഭരിക്കും. അതുവരെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ ഏറ്റവും അവസാനമായിട്ടുള്ള വെള്ള സിംഹാസന ന്യായവിധിയെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ഇതെല്ലാം ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങൾ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് അറിയുന്നതും അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതും കർത്താവിനെ അധികമായി ഉത്സാഹത്തോടെ സേവിക്കേണ്ടതിൻ്റെയൊക്കെ ഗൗരവം നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പം ഇന്ന് ആ വെള്ള സിംഹാസന ന്യായവിധിയോടുകൂടി ന്യായവിധിയെല്ലാം തീരുകയാണ്. അതിനുശേഷം നിത്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആ ഭാഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യമാണ്. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്നും ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആവാരവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് തക്ക ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്കെടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഇവിടെ നമുക്ക് അവസാന ന്യായവിധിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുക. അവസാനത്തെ ന്യായവിധി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമുക്കറിയാം, ഈ ന്യായവിധിയിൽ കായീൻ മുതൽ മരിച്ച സകല ദുഷ്ടന്മാരെയും കർത്താവ് ന്യായം വിധിക്കുന്ന സ്ഥാനമാണ്. അപ്പോൾ ഈ ന്യായവിധി ഇത് പിന്നെ നമുക്കറിയാം, സാത്താൻ്റെ ന്യായവിധിക്ക് ശേഷമാണ് ഈ ന്യായവിധി. നമ്മളതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ വായിക്കുകയുണ്ടായല്ലോ. സാത്താൻ എന്ന് പറഞ്ഞാൽ സാത്താൻ എന്ത് ചെയ്തു? 20-10 അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനം കിടക്കുന്ന ഗന്ധകം ഈ പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പം ഇവിടെ പിന്നെ പിശാചിനെയും അവൻ്റെ കൂടെയുള്ള ഈ ദുഷ്ടാത്മാക്കളെല്ലാം ഈ നിത്യനരകത്തിലേക്ക് പറഞ്ഞതിന് ശേഷമാണ് ഈ വെള്ള സിംഹാസന ന്യായവിധി. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഭൂമിയും ആകാശവും കത്തിയരിയുമെന്നാണ്. അത് നമ്മൾ പിന്നെ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പത്രോസ് ആ കാര്യം പറയുന്നുണ്ട്. 2 പീറ്റർ ചാപ്റ്റർ 3. അപ്പോൾ പത്രോസ് പറയുന്നത് അതിൻ്റെ 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിവെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, പത്രോസ് പറയുന്നത്, ഈ ഭൂമി തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ
10ഉം 11 വാക്കുകൾ വായിക്കാം. അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലെ പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് വ്യക്തപ്പെടുന്നു. അപ്പോൾ ഇത് കാത്തിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ സാരം 2 Peter chapter 3 verse 10 and 11. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആ കർത്താവ് ഈ ന്യായവിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആകാശവും ഭൂമിയും ഇവയെല്ലാം കത്തിയഴിയും. നോക്കുക, പുതിയ ആകാശവും പുതിയ ഭൂമിയും അതുകൊണ്ടാണ് അവിടെ പത്രോസ്ലിയ 2 പത്രോസ് 3:13 വായിക്കുന്നത്, നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവും. നോക്കുക, ഈ ശാപമെല്ലാം മാറി ഒരു പുത്തൻ ഭൂമി വെളിപ്പെടും. അങ്ങനെ നീതി വസിക്കുന്ന ഒരു ഭൂമി ഉണ്ടാവും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ ഭൂമിയെ ആരവകാശമാക്കും? നീതിമാന്മാർ. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനം 37:29 സാംസ് 37:29 അവിടെ വായിക്കുന്നത് 37:29 അവിടെ വായിക്കുന്നത് നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. അപ്പോൾ നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. അപ്പോൾ ഈ ആകാശവും ഭൂമിയും എന്ത് സംഭവിക്കും? ഇവ മാറ്റപ്പെടും, ഇവയ്ക്ക് മാറ്റമുണ്ടാകും. ദൈവത്തിൻ്റെ വചനം എത്രയോ സത്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ഏഷ്യ പ്രവചനം 34-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ഏഷ്യ 34:4 അവിടെ വായിക്കുന്നത്, ആകാശത്തിലെ സൈന്യമെല്ലാം അരിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും, അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇലവാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിൻ്റെ കായ് വാടി പൊഴിയുന്നത് പോലെയും ഒഴിഞ്ഞു പോകും. മീൻസ് ഇവയെല്ലാം മാറിപ്പോകും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിലും Hebrews chapter 12 26 അവിടെ വായിക്കുന്നത്, അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. നോക്കുക, ഈ ഭൂമിക്ക് മാറ്റമുണ്ടാകും, ആകാശത്തിന് മാറ്റമുണ്ടാകും. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആകാശം മാറിപ്പോവും. ദൈവത്തിൻ്റെ വചനം എത്രയോ സത്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ 102-ാം സങ്കീർത്തനം 102 25-26 അവിടെ വായിക്കുന്നത്, പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. കണ്ടോ, ഇവയെല്ലാം മാറിപ്പോകുമെന്ന് എത്രയോ പണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുക. നോക്കുക, അപ്പോൾ ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോവുകയാണ്. നോക്കുക, അപ്പോൾ ഈ അവസാന ന്യായവിധിക്ക് ശേഷം ഇവയെല്ലാം സംഭവിക്കും. അങ്ങോട്ടാണ് നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഏഷ്യ പ്രവചനം അതിൻ്റെ 66-ാം അധ്യായം ഏഷ്യ 66:22 അവിടെ വായിക്കുന്നത്, ഏഷ്യ 62:22 ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ആഴത്തിലാണ് അതിൻ്റെ 65-17-18 വാക്യം വായിക്കുമ്പോൾ ഏഷ്യ 65:17-18 ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തെ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കും, എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ
യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. നോക്കുക, അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്തുണ്ട്? ദൈവം ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റമുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ അവസാന ന്യായവിധി. നമുക്കറിയാം, കർത്താവിൻ്റെ ന്യായവിധിക്ക് എന്തില്ല? പക്ഷാഭേദമില്ല. നമ്മൾ 1 പത്രോസ് 1 പഴയത് വായിക്കുന്നുണ്ട്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന കർത്താവാണ്. അപ്പം മുഖപക്ഷമില്ലാതെ ദൈവം ന്യായം വിധിക്കും. മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങളും നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ദൈവം അത് പാപങ്ങളെ സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് ഇയ്യോബ് 14:17 വായിക്കുന്നത്. ഇയ്യോബ് 14:17. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ പാപങ്ങളെല്ലാം ദൈവം മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ യെശയ്യാ 65:6 നമ്മൾ വായിക്കുന്നത്. ഇവയെല്ലാം അന്ന് ദൈവം ഈ ജനത്തിന് മുമ്പിൽ നിരത്തി വയ്ക്കും. നോക്കുക, ഇവയെല്ലാം കർത്താവ് അവിടെ കൺമുമ്പിൽ നിരത്തി വയ്ക്കും എന്നാണ് നമ്മൾ സങ്കീർത്തനം 50-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ സവിസ്തരം വർണ്ണിച്ചിരിക്കുക. ഞാൻ എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുന്നില്ല, നിങ്ങളുടെ ഭാഗങ്ങളൊക്കെ നിശ്ചയമായി എടുത്ത് വായിക്കുക, ശ്രദ്ധിക്കുക. ദുഷ്ടൻ്റെ സകല ദുഷ്ടതയും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ന്യായവിധിയിൽ ദൈവം പുസ്തകങ്ങൾ തുറക്കുന്നു എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി, അല്ലേ? നമ്മൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ വായിച്ചു, മരിച്ചവർ ആവാരവൃത്തം സിംഹാസനം മുമ്പിൽ നിൽക്കുന്നത് കണ്ടു, പുസ്തകങ്ങൾ തുറന്നു. അപ്പോൾ അവിടെ അനേക പുസ്തകങ്ങൾ തുറക്കുന്നതായിട്ട്, ഈ പുസ്തകങ്ങൾ തുറക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം, ദാനിയേൽ 7:10 വായിക്കുന്നുണ്ട്, അവിടെ പുസ്തകങ്ങൾ തുറന്നു. അപ്പോൾ കർത്താവ് പുസ്തകങ്ങൾ തുറന്ന്, അനേക പുസ്തകമുണ്ട്. പിന്നെ സ്മരണയുടെ പുസ്തകമുണ്ട്, മലാക്കി 3:16. പിന്നെ വേദപുസ്തകമുണ്ട്. ഈ വചനാനുസരണമാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. അത് റോമാലേഖനം 2:16 പൗലോസിനെ എടുത്തു പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രവൃത്തികളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പുസ്തകങ്ങളെല്ലാം തുറക്കപ്പെടും. എല്ലാം തുറന്നിട്ട് അവിടെ നമുക്കറിയാം, ഈ ന്യായവിധി നടക്കുമ്പോൾ ന്യായവിധിക്കുള്ള ഒരു ക്ലിയർ വ്യവസ്ഥ, ആ ന്യായവിധിയിൽ സാക്ഷികളുണ്ടായിരിക്കണം, 2-3 സാക്ഷികൾ. ഇതൊക്കെ ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. നമ്മൾ ആവർത്തന പുസ്തകം 19-ാം അധ്യായം ആ വ്യവസ്ഥ വരൻ ഉസ്കാ 19 അധ്യായം 19-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് 19:15 അവിടെ വായിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനും പാപത്തിനോ അവൻ്റെ നേരെ ഏകസാക്ഷി നിൽക്കരുത്. 2-3 സാക്ഷികളുടെ വാഴിമേൽ കാര്യം ഉറപ്പാക്കണം. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കാം. നോക്കുക, അപ്പോൾ ചുരുങ്ങിയത് 2-3 സാക്ഷികളുണ്ടായിരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ അന്തിമ ന്യായവിധി നടക്കുമ്പോൾ അവിടെ സാക്ഷികളുണ്ട്. ആരൊക്കെയാണ് ആ സാക്ഷികൾ? നമുക്കറിയാം, കർത്താവ് 50-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം, വചന സംഗീത 50 ഉസ്കാ 4 അവിടെ വായിക്കുന്നത്, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്നും ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും സാക്ഷ്യം പറയും. നോക്കുക പ്രിയമുള്ളവരെ, ആ ന്യായവിധി എത്ര ഭയങ്കരമായിരിക്കും. വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നമ്മൾ കണ്ടു, അത് പ്രതിഫലത്തിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ അന്തിമ ന്യായവിധി കായൻ മുതലുള്ള സകല ദുഷ്ടന്മാരെയും ഈ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഈ അന്തിമ ന്യായവിധി എത്ര ഭയങ്കരമാണ്. നമുക്കറിയാം, ഹബക്കൂക്ക് 2:11 വായിക്കുന്നുണ്ട്, ഈ ഭിത്തികൾ, ഈ കട്ടള അത് സാക്ഷ്യം പറയും. നോക്കുക, കർത്താവിൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങൾ ഒരു പട്ടണത്തിലുള്ളവർ സ്വീകരിക്കാതെ വരുമ്പോൾ, അവർ നിങ്ങളെ കൈക്കൊള്ളാതിരിക്കുമ്പോൾ നിങ്ങളുടെ കാലിൻ്റെ പൊടി തട്ടിക്കളയുവിൻ. ആ പൊടി സാക്ഷ്യം പറയും. മർക്കോസ് അതിൻ്റെ 6:11 വായിക്കുന്നുണ്ട്, മാർക്ക് 6:11. അപ്പോൾ ഈ ആകാശം സാക്ഷിക്കുമെന്ന് ഇയ്യോബ് 20:27 പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആദ്യ ഭാഗത്ത്. നോക്കുക, ഈ ആകാശം സാക്ഷ്യം പറയും. ഇതൊക്കെ സാമാന്യ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ടാകും. എന്നാൽ നമുക്കറിയാം, ഇന്ന് കാണുന്ന റെക്കോർഡിംഗ് സർവീസ് എല്ലാം ഈ ഭൂമിയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്, ഈ മണ്ണിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. നോക്കുക, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ
കൃത്യമായിട്ട് യാതൊന്നും മറഞ്ഞിരിക്കുകയില്ല. സകല കാര്യങ്ങളും അന്ന് വെളിപ്പെടും. നോക്കുക, അപ്പോൾ ആരാണ് ഈ ന്യായം വിധിക്കുന്നത്? അത് കർത്താവായ യേശുക്രിസ്തു ആണെന്ന് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. കാരണം കർത്താവ് തന്നെ പറഞ്ഞ കാര്യം യോഹന്നാൻ 5:22 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. യോഹന്നാൻ 5:22 അവിടെ കർത്താവ് പറഞ്ഞു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിനും പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ന്യായം വിധിക്കുന്നവൻ കർത്താവാണ്. കർത്താവ് ന്യായം വിധിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ കർത്താവിന് അത് പിതാവ് ഏൽപ്പിച്ചിരിക്കുക. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചതാണ്. അത് കൂടാണ്ട് നമ്മൾ 2 തിമോത്തി 4:1 വായിക്കുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ദൂസര തിമോത്തി ഉസ്ക 4 अध्याय का 12 वचन അവിടെ വായിക്കുന്നത്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എല്ലാവരെയും ന്യായം വിധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതാണ്. കർത്താവ് ന്യായം വിധിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ന്യായം വിധിക്കുവാനുള്ള കാരണം എന്താണ്? അവർ കർത്താവിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ചിന്തിക്കുക. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുമ്പോഴത്തേക്കും, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ അധികം സ്നേഹിച്ചത് തന്നെ. ജോൺ 3:19. അപ്പോൾ ചിന്തിക്കുക. അപ്പോൾ എല്ലാ തലമുറയ്ക്കും കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മസിഹ വരുമെന്നുള്ള കാര്യം വാഗ്ദത്തം ഉൽപ്പത്തിയിൽ ലഭിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യം വിശ്വസിക്കേണ്ടതായിരുന്നു. എന്നാൽ അനേകരും വിശ്വസിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ന്യായവിധി എന്ന് കാണാൻ കഴിയും. അപ്പോൾ പിന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഭാവമേ ഇല്ല. അവിടത്തിന് പാപത്തിന് പ്രവേശനമില്ല. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് റിവലേഷൻ ചാപ്റ്റർ 20:14, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള വേർപാട്. മരണം എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോവുക, വേർപെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുമ്പോട്ട് ഇനി അങ്ങനെയുള്ള പാപമോ പാപത്തിൻ്റെ ചേഷ്ടകളോ ഒന്നുമില്ല. അപ്പോൾ ഇവർ എങ്ങോട്ട് പോകുന്നു? നിത്യാഗ്നിയിലേക്ക്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നിത്യാഗ്നിയിലേക്ക് പോകുന്നവരുടെ ഒരു പ്രത്യേക ഇത് അതിൻ്റെ 15-ാം വാക്യം, വെളിപ്പാട് 20:15, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഈ കാര്യം ഉറപ്പുണ്ടോ? നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിലുണ്ടോ? അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം പ്രിയമുള്ളവരെ. നിങ്ങൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, നിങ്ങൾ പാപക്ഷമ പ്രാപിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഈ ജീവപുസ്തകത്തിൽ ഇല്ല. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് കർത്താവാണ്. അത് രക്ഷിക്കപ്പെടുന്നവരുടെ പേരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് യഥാർത്ഥമായ രക്ഷാനിർണയം ഉണ്ടായിരിക്കണം. കാരണം ജീവൻ എന്നുള്ളത് ക്രിസ്തുവാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ അങ്ങനെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ കടന്നു വരാത്ത ആർക്കും എന്തില്ല? ഈ ജീവനില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ പരിശോധിക്കണം. യഥാർത്ഥമായും ജീവപുസ്തകത്തിൽ എൻ്റെ പേരുണ്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനും നിത്യാഗ്നിയിലേക്ക് പോകും. അത് എന്നേക്കുമുള്ള, നമുക്കറിയാം, ഈ നരകത്തിനെ കുറിച്ച് പലർക്കും ഒരു ശരിയായ ധാരണയില്ല. പ്രിയമുള്ളവരെ, നരകത്തെക്കുറിച്ച് വളരെ വ്യക്തമായും പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ചിന്തിക്കുക. കർത്താവ് കള്ളം പറയില്ല. ഇത് നമ്മളെ ഭീതിപ്പെടുത്താനുള്ള, നമുക്കൊരു ഭീഷണിയല്ല, ഭയപ്പെടുത്താൻ വേണ്ടിയല്ല. ഇത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം കർത്താവിൻ്റെ പല പ്രസ്താവനകളും. ഞാൻ ചില പ്രസ്താവനകളെ ഒന്ന് ഓർപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യം ഞാൻ വായിക്കാം. മത്തായി 18-ന്റെ 8ഉം 9ഉം വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 8 and 9. നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക. 2 കൈയും 2 കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ, എവിടെയാ? നിത്യാഗ്നി. അകഹീനായിട്ടോ മുടുന്നനായിട്ടോ
ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചുന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. എന്ന് പറഞ്ഞാൽ പാപം എന്നുള്ളത് എത്ര ഭയാനകമാണ് എന്നുള്ളതിനെ എടുത്തു പറയുക. നോക്കുക, ഇതേ കാര്യം നമ്മൾ മത്തായി 25:41 നമുക്ക് വായിക്കാൻ കഴിയും. മാത്യു 25:41. പിന്നെ അവൻ എടുത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. അത് നിത്യാഗ്നിയാണ്, അത് നിത്യതയാണ്. നിത്യതയിലേക്കുള്ള ആ നിത്യാഗ്നിയിലേക്ക് ഈ പറഞ്ഞ ദുഷ്ടന്മാരെ, പാപികളെ പറഞ്ഞയക്കും. നമുക്കറിയാം, നമുക്ക് അനേക ഭാഗങ്ങളിലുണ്ട്. എന്നാൽ ഇതിൽ നിന്ന് പിന്നെ നമുക്ക് മോചനം ലഭിക്കുകയില്ല. അപ്പോൾ ഈ നിത്യാഗ്നി നമുക്കറിയാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 5-ാം അധ്യായം, അതിൻ്റെ മത്തായി 5-ന്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 22-ാം വാക്യം, 5:22. ഞാൻ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. നോക്കുക, മൂഢ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ നമ്മളെ നിത്യാഗ്നിയിൽ എത്തിച്ചേക്കാം. നമ്മുടെ വാക്കുകളെ പോലും നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം, കർത്താവ് പറയുക. അപ്പോൾ ഈ നിത്യാഗ്നിയിൽ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ പുഴുക്കളുണ്ട്, കൃമികളുണ്ട്, രാപ്പകൽ ദണ്ഡനമാണ്. നോക്കുക, അതെത്ര ഭയങ്കരമല്ലേ. പുഴുക്കൾ പോലും ചാകാത്ത നരകാഗ്നി. നമ്മൾ ഏഷ്യ പ്രവചനം 14-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, ഏഷ്യ ചാപ്റ്റർ 14:11, നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കൾ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. കണ്ടോ, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. എത്ര ഭയങ്കര അല്ലേ. അതിൻ്റെ 66-ന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ 66:24, അവിടെയും നമ്മൾ വായിക്കുന്നത് അതിൻ്റെ അവസാനം, അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല, അവർ സകലയിടത്തിനും അറപ്പായിരിക്കും. ഓ, എത്ര ഭയങ്കരമാണ് നിത്യാഗ്നിയുടെ അനുഭവത്തെക്കുറിച്ച്. 66:24 ലാസ്റ്റ് പാർട്ട് നോക്കുക. അത് സുവിശേഷ ഭാഗത്ത്, മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുമ്പോൾ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. മർക്കോസ് ചാപ്റ്റർ 9, മാർക്ക് ചാപ്റ്റർ 9, അവിടെ വായിക്കുന്നത് 9:48-49. മർക്കോസ് 9:48-49. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. നോക്കുക, അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. നോക്കുക, നരകത്തിലെ ഭീകരാവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മളെ ഭീതിപ്പെടുത്താൻ വേണ്ടിയാണോ? അല്ല. മാത്രമല്ല, അവിടെ എന്തുണ്ട്? പുകയുണ്ട്, പുക. അവിടെ പുകയുണ്ട്, പുക. വെളിപ്പാട് അതിൻ്റെ 14-ാം അധ്യായം 11-ാം വാക്യം, അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. കണ്ടോ, അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. ഓ, എത്ര ഭയങ്കരമായ പ്രിയമുള്ളവരെ. നമ്മൾ ചിന്തിക്കുക. മാത്രമല്ല, അവിടെ ഇരുട്ടായിരിക്കും. നരകത്തിൽ എന്തായിരിക്കും? ഇരുട്ടാ. നമുക്കറിയാം, ഇവിടെ തന്നെ ഇരുട്ടാണെങ്കിൽ, ലൈറ്റ് ഇല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുട്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം, മത്തായി ചാപ്റ്റർ 8:12, അവിടെ വായിക്കുന്നത്, രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നോക്കുക, അപ്പോൾ അവിടെ എന്താണുള്ളത്? ഒന്ന്, അവിടെ ഇരുട്ടാണ്, അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട്. നമ്മൾ അത് മത്തായി അതിൻ്റെ 22-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 22, അതിൻ്റെ 13-ാം വാക്യം, സ്നേഹിത, നീ രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കയ്യും കാലും കെട്ടി
ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രിയമുള്ളവരെ, നരകം എത്ര ഭയാനകമാണ്! നരകം എത്ര ഭയാനകമാണ്! 25-30 വാക്യം വായിക്കുമ്പോഴും 25:30, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അപ്പോൾ നരകത്തിൽ ഒരിക്കൽ പോലും ഒന്ന് ചിരിക്കാൻ പറ്റിയല്ല, സന്തോഷിക്കാൻ പറ്റിയല്ല, ആശ്വസിക്കാൻ പറ്റുകയില്ല. നരകം എത്ര ഭീകരം! അപ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ പേർ ജീവപുസ്തകത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. നമുക്ക് യഥാർത്ഥമായും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രൂശിൻ്റെ സന്ദേശം നമ്മൾ വിശ്വസിക്കാതെ വരുമ്പോൾ എത്ര ലളിതമായ ഒരു മാർഗമാണ് ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് കർത്താവിൽ വിശ്വാസമുണ്ടെന്നാണ്, പക്ഷേ അവരനുസരിക്കുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്ന, രക്ഷിക്കുന്ന വിശ്വാസം അതനുസരിക്കുന്ന വിശ്വാസമാണ്. നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ ആ വിശ്വാസം ഒറിജിനൽ അല്ല. ആ വിശ്വാസം കൊണ്ട് നമുക്ക് നിത്യത ലഭിക്കുകയില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സുവിശേഷം കേട്ട് യഥാർത്ഥമായും രക്ഷാനുഭവം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ജീവിക്കണം. അപ്പോൾ ഇവിടെ ഈ വെള്ളസിംഹാസനത്തിൽ ഈ നിലയിൽ ന്യായം വിധിച്ച് നിത്യാഗ്നിയിലേക്ക് അയക്കപ്പെടും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പേർ ജീവപുസ്തകത്തിലുണ്ടോ? കാരണം ആരെയാണ് ഈ നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും. നോക്കുക ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ പാരമ്പര്യമായി നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ജീവപുസ്തകത്തിൽ പള്ളി രജിസ്റ്ററിൽ പേരുണ്ടാവും, ജീവപുസ്തകത്തിൽ പേരുണ്ടായില്ല. വ്യക്തിപരമായി ഞാനൊരു പാപിയാണെന്നും പാപിയായ എന്നെ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ, ആ മരണം കർത്താവ് ക്രൂശിൽ എനിക്ക് പകരക്കാരനായി എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കേട്ട് വിശ്വസിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി നാം സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാർത്ഥമായും ആ ക്ഷമ ലഭിക്കും. അവരുടെ പേർ കർത്താവ് ജീവപുസ്തകത്തിൽ എഴുതും. അങ്ങനെയല്ല എങ്കിൽ അവർ നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിത യാത്രയിൽ ലഭിച്ചിരിക്കുന്ന വിലപ്പെട്ട അവസരം, ഈ അവസരം നഷ്ടമാക്കാതെ നിത്യജീവൻ്റെ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അത് പ്രാപിക്കുവാൻ ഈ വചനങ്ങൾ കേൾവിയാൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവ് ഇടവരുത്തട്ടെ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ആമേൻ.